ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് നമസ്കാരം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ? അല്ലെങ്കിൽ ഒരാളുടെ പെരുമാറ്റം പെട്ടെന്ന് മാറിയതിൻ്റെ പിന്നിൽ മറ്റൊരാൾ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടല്ലേ? ഇന്ന് ഈ റീഡിങ്ങിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കാരണം ഇവിടെ ഒരാൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ച ഒരു സത്യം പുറത്തു വരുന്ന ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ആ തേർഡ് പാർട്ടിയുടെ എനർജി എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പൊ ആ തേർഡ് പാർട്ടി യഥാർത്ഥത്തിൽ ആരാണ്? അവരുടെ ഉദ്ദേശം എന്താണ്? അവർ ശരിക്കും ജയിക്കുകയാണോ അല്ലെങ്കിൽ ജയിച്ചു കൊണ്ടിരിക്കുകയാണോ, അതോ തോൽക്കുകയാണോ? അതിനേക്കാൾ പ്രധാനമായി നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആരെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്? ഈ റീഡിംഗ് കേൾക്കുമ്പോൾ പലർക്കും ഇത് എൻ്റെ തന്നെ സ്റ്റോറിയാണ്, കഥയാണ് എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ കൂടുതൽ ആകർഷിക്കുന്ന പൈല് നിങ്ങൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് കാണുക. ഫർദർ മോർ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് പെയ്ഡ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണോ നിങ്ങൾക്ക് റെസൊണേറ്റബിൾ ആയിട്ടുള്ളത് അത് മാത്രം എടുക്കുക, ബാക്കി റെസ്റ്റ് ലീവ് ചെയ്യുക. കാരണം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പൈലായിട്ട് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് ഗ്രീൻ ടൈഗറെയാണ്. സെക്കൻഡ് പൈലായിട്ട് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മുടെ ഗ്രീൻ അവെഞ്ചുറിൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്ഥിരമായി കാണുന്നവർക്കെല്ലാം ഇതിന്റെ പ്രത്യേകത അറിയാം. എന്നാലും പെട്ടെന്ന് പുതിയതായിട്ട് വന്ന ഒരാൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും. അതുകൊണ്ട് പൊതുവായ ഗുണങ്ങൾ ഗ്രീൻ ടൈഗറെ കുറിച്ച് ഞാൻ പെട്ടെന്ന് പറയാം. പോസിറ്റീവ് ചിന്തകൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ക്രിസ്റ്റലാണ് ഇത്. ബന്ധത്തിൽ കൂടുതൽ സ്ഥിരതയും പക്വതയും കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ക്രിസ്റ്റലാണ്. അമിത സംശയം, അസൂയ, നെഗറ്റീവ് ചിന്തകൾ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു. സ്വന്തം വാക്കുകൾ തുറന്നു പറയാനുള്ള ധൈര്യം വർദ്ധിപ്പിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട് ഈ ബ്രേസ്ലെറ്റ്. സെൽഫ് ലവും ആത്മാഭിമാനവും ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. ടോക്സിക് ബന്ധങ്ങളിൽ നിന്ന് വ്യക്തിയുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിക്ക് വേണ്ടി സഹായിക്കുന്ന ക്രിസ്റ്റലാണ് ഗ്രീൻ ടൈഗറെ. അപ്പൊ ഗ്രീൻ ടൈഗറേക്ക് കരിയറുമായി ബന്ധപ്പെട്ടും ഒത്തിരി ഗുണങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കി ഞാൻ പറയാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പൈൽ. സെക്കൻഡ് പൈൽ നമ്മുടെ അവെഞ്ചുറിൻ ആണ്. അവെഞ്ചുറിൻ പൊതുവെ ജോലിയിലും ബിസിനസ്സിലും കൂടുതലായിട്ട് എനർജി കൊടുക്കാനും നമുക്ക് പോസിറ്റിവിറ്റി വരാനും വേണ്ടി ധരിക്കുന്ന ഒന്നാണ്. ഹാർട്ട് ചക്ര രണ്ടും ക്ലെൻസ് ചെയ്യുന്ന ബ്രേസ്ലെറ്റ് ആണ്. പുതിയ അവസരങ്ങൾ തിരിച്ചറിയാനും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ പ്രചോദനം നൽകുന്ന ഒന്നാണ്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഒരു വ്യക്തത വരാൻ സഹായിക്കുന്ന ഒരു എനർജിയാണ് അവെഞ്ചുറിനുള്ളത്. ലക്ഷ്യങ്ങൾ നേടാൻ ആവശ്യമായ ക്ഷമയും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്ന ഒരു എനർജി ഉണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് വളർച്ചാ മനോഭാവം, പോസിറ്റീവ് സമീപനം നിലനിർത്താൻ സഹായിക്കുന്ന ക്രിസ്റ്റലാണ്. അപ്പൊ ഈ എനർജി, ഞാൻ പറഞ്ഞ ഈ എനർജികളിലൊക്കെ നമുക്കിത് ചാർജ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈൽ, ഇതാണ് സെക്കൻഡ് പൈൽ. നിങ്ങൾക്ക് ഏത് പൈലാണ് നിങ്ങളോട് അനുയോജ്യമായി തോന്നിയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് താല്പര്യമുണ്ട് എന്ന് തോന്നിയത്, അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഹൃദയം തിരഞ്ഞെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് തുടങ്ങാം. ഹായ് ഗായ്സ്, നിങ്ങൾ ഫസ്റ്റ് പൈലായിട്ടുള്ള നമ്മുടെ ഗ്രീൻ ടൈഗർ ഐ ആണ് എടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ എനർജി എന്താണെന്നും യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡേഴ്സ്, നിങ്ങളുടെ പേഴ്സന്റെ എനർജി വിചാരിക്കൂ. പോസിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പേര് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അവരുടെ സോഡിയാക് സൈനും കൂടി ഇട്ടാൽ നല്ലതായിരിക്കും. കുറച്ചും കൂടി എനിക്ക് നിങ്ങളുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ പോസിബിൾ ആണെങ്കിൽ ഡു കമന്റ്. യെസ്, നിങ്ങളുടെ എനർജി ആദ്യമേ കാണുന്നത് ഒരു കൺഫ്യൂഷനാണ്. എങ്ങോട്ടേക്ക് പോകണമെന്നറിയില്ല. അതായത് മുന്നോട്ടേക്ക് പൊക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു പാസ്റ്റ് എനർജി പോലെ നോക്കുമ്പോൾ ഈ കണക്ഷൻ തുടക്കത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ എവിടെയാണ് എത്തിച്ചേരേണ്ടത് എന്നുള്ള
ഒരു ബോധം, ഒരു ഒരു ഇതുണ്ടായിരുന്നു. തുടക്കത്തിൽ അത് വളരെ പ്യുവർ ആയിരുന്നു. ഒരുപാട് സംസാരങ്ങൾ, ഇതൊരുപാട് കെയറിങ് എനർജി, ചിലർക്ക് ഡെയിലി മൂവ്മെന്റ് ഡെയിലി കോൾ, ചിലർക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജ്, ചിലർക്ക് ഫ്യൂച്ചർ പ്ലാൻസ് വരെ. പക്ഷെ ഒരു സമയത്തിന് ശേഷം എന്തോ മാറിപ്പോയി. നിങ്ങൾ ആ മാറ്റം വ്യക്തമായി ശ്രദ്ധിച്ചു. അതുപോലെ അല്ലായിരുന്നു ആ പേഴ്സൺ എന്ന് പറയുന്നത്. നിങ്ങൾ പലതവണ ചിന്തിക്കുന്നുണ്ട്, ഇത് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം, പെട്ടെന്ന് എന്നോട് സംസാരിക്കാതാവുക, പെട്ടെന്ന് എന്നോട് പറയുന്നില്ല, പെട്ടെന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്ന് നിശ്ചലമായി പോയ എനർജി. കോളുകളില്ല, എക്സൈറ്റ്മെന്റ് ഇല്ല, ഒന്നുമില്ല, ടെമ്പറൻസ്. ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ഇമോഷണലി മാറാൻ തുടങ്ങിയ സമയത്താണ് ഒരു തേർഡ് പാർട്ടി എനർജി വന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ തേർഡ് പാർട്ടി എന്ന് വരുന്നത് എല്ലായ്പ്പോഴും മറ്റൊരു ലവർ ആകണമെന്നില്ല. എനിക്കിവിടെ മനസ്സിലാവുന്നതനുസരിച്ച് ചിലർക്ക് ഒരു എക്സ് ആയിരിക്കാം, മുൻപുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലർക്ക് ഫാമിലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. പിന്നെ എനിക്ക് മനസ്സിലാവുന്നത് ചിലർക്ക് ടോക്സിക് ഫ്രണ്ട് ആയിരിക്കാം. എന്നാൽ ചിലർക്ക് മാത്രം ശരിക്കും മറ്റൊരു റൊമാൻറ്റിക് കണക്ഷനും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആ വ്യക്തിയുടെ ഫീലിങ്സ് നോക്കാം. എല്ലാം കൊണ്ടും ഒരു സ്റ്റക്ക് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. 2 of Cups. അവർ നിങ്ങളെ മറന്നിട്ടില്ല, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നത് തന്നെയാണ് മനസ്സിലാവുന്നത്. ഇത്രയും കാർഡ്സ് ഒരുമിച്ച് താഴെ വീണു. സോ ഞാൻ എല്ലാ കാർഡ്സും എടുത്തു വെക്കാം. Knight of Cups, King of Cups. അപ്പൊ King of Wands, 2 of Cups. ഓക്കെ, അപ്പോൾ അവരുടെ ഇമോഷനിൽ അവർ നിങ്ങളെ മറന്നിട്ടില്ല. അതെ, പക്ഷേ അവരിപ്പോ ഒരു നമ്മുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുന്ന ഒരു എനർജിയിലല്ല. കാരണം അവരെടുത്ത ചെറിയ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ ശരിയായിരുന്നില്ല എന്ന് അവർക്ക് മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളോട് കാണിക്കുന്നത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴൊരു ഒരു ഭയങ്കരമായൊരു ജലസി എനർജി കാണുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ട് പോകുമോ അവരെ പിന്നിലാക്കിയിട്ട് എന്നൊരു ഭയം കാണുന്നുണ്ട്. നിങ്ങൾ മറ്റൊരാളെ കണ്ടെത്തുമോ എന്ന ഭയം കാണുന്നുണ്ട്. നിങ്ങളുടെ സോഷ്യൽ മീഡിയ വരെ നോക്കുന്ന എനർജി ചിലരിൽ കാണുന്നു. നിങ്ങളുടെ DP ചേഞ്ച് ആകുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരാൾ, സ്റ്റാറ്റസ് കണ്ടിട്ട് പ്രത്യേകിച്ച് യാതൊരു വികാരവും ഇല്ലാതെ ഇരിക്കുന്ന ഒരാൾ, എന്നാൽ എന്തോ കാരണം കൊണ്ട് അവര് കോണ്ടാക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അവരുടെ ഇമോഷൻസിനെ പോലും അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. നിങ്ങളിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ അപ്പുറത്ത് ഉണ്ട് എന്നൊരു എനർജി കാണിക്കുന്ന കാര്യങ്ങളിലൊന്നും ആ പേഴ്സൺ റീച്ച് ഔട്ട് ചെയ്യുന്നില്ല, അതായത് എത്തിച്ചേരുന്നില്ല. അതാണ് മെയിൻലി ഇവിടുത്തെ ബ്ലോക്കേജ് ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല് തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ എനർജി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് ആദ്യം ആ ആളെ വളരെ ട്രസ്റ്റ് വർത്തി ആയി തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോ ഒരു മാസ്ക് ഫോൾ ചെയ്ത എനർജി പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ചെറിയ ചെറിയ കള്ളങ്ങൾ, ചെറിയ ചെറിയ മാനിപ്പുലേഷൻസ്, ശ്രദ്ധ അവരിലേക്ക് കൊണ്ടുവരുന്ന എനർജി, അറ്റൻഷൻ സീക്കിംഗ്, സെൽഫ് ഇന്റൻഷൻസ് പറയുക, അതായത് അവരുടേതായിട്ടുള്ള ഇന്റൻഷൻസ് എന്താണ്, അവർക്ക് വേണ്ടത് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റുക, അവരുടെ ഉദ്ദേശങ്ങള്, ഇതെല്ലാം പതിയെ പതിയെ പുറത്തു വരുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചില കാര്യങ്ങൾ നിശബ്ദമായി നിരീക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഡിസ്റ്റന്റ് എനർജി കാണുന്നത്. ഫ്യൂച്ചർ എനർജി നമുക്ക് നോക്കാം. ഓക്കെ,
നിങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്, വേദനയുണ്ട്, വേദന ഉണ്ടാകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ എനർജി അത്ര ശക്തമായി കാണുന്നില്ല. സൈലന്റ് ഫേസ് കുറച്ച് തുടരും എന്നാണ് കാണുന്നത്. ആരാണ് ആദ്യം മെസ്സേജ് അയക്കുക എന്ന് രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ പേജ് ഓഫ് പെന്റക്കിൾസ് കൊണ്ട് കോണ്ടാക്ട് എനർജി ശക്തം തന്നെയാണ്. ചിലർക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള മെസ്സേജോ സോഷ്യൽ മീഡിയ റിയാക്ഷനോ ഇൻഡയറക്റ്റ് അപ്രോച്ചോ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു റെഗ്രറ്റ് ഉണ്ട്. അവർ ചെയ്തത് തെറ്റാണെന്ന് അവർക്കറിയാം. ഞാൻ അന്നത് ചെയ്യണ്ടായിരുന്നു എന്ന എനർജിയിലേക്ക് അവർ പതിയെ പതിയെ റിയലൈസ് ചെയ്ത് വരുന്നുണ്ട്. ടൈമിംഗ് നോക്കുമ്പോൾ നിങ്ങൾ 2 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 8 നമ്പറുകൾ ആവർത്തിച്ച് കാണുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ 2 വീക്സ് അല്ലെങ്കിൽ 6 വീക്സ് അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് എനർജി ചിലർക്ക് റെസൊണേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം പറയാം, ഈ വ്യക്തി തിരികെ വന്നാൽ പഴയതുപോലെ അക്സെപ്റ്റ് ചെയ്യണോ എന്നത് തികച്ചും നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. കാരണം അവർ നിങ്ങളെ തിരിച്ച് റെസ്പെക്ട് ചെയ്യാൻ പഠിച്ചോ ഇല്ലയോ എന്ന് നിരീക്ഷിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതുപോലെ തന്നെ സോഡിയാക് സൈൻ പറയുകയാണെങ്കിൽ അക്വാരിയസ് എനർജി നിങ്ങളുടെ പെർസെൻറ്റേജ് ആണെങ്കിൽ അതുമായിട്ട് നിങ്ങൾക്ക് റെസൊണേറ്റ് ആകും. എർത്ത് എനർജി ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണെങ്കിൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആകും എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലിബ്ര ഇവിടെ കണക്ഷനുമായി ബന്ധപ്പെട്ട് കാണിക്കുന്നുണ്ട് എനർജി. പിന്നെ ലിയോ എനർജിയും ജെമിനിയും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഗൈസ്, ടൈമിംഗ് എന്നത് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിങ്ങിലൂടെയാണ് ആക്യുറസിയോടുകൂടി ലഭിക്കുക. ബാക്കി റെസ്റ്റ് നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് എടുക്കാം. റെസൊണേറ്റ് ആയെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഫസ്റ്റ് പൈൽ റെസൊണേറ്റ് ആയിന്ന്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആയില്ലെങ്കിൽ സെക്കൻഡ് പൈൽ കണ്ടു നോക്കാവുന്നതാണ് ഗൈസ്. അപ്പോൾ അടുത്ത പൈലിൽ കാണാം, ഇല്ലെങ്കിൽ ഇനി ഒരു റീഡിങ്ങുമായിട്ട് കാണാം. അതുവരെക്കും ബൈ. ഹേ ഗൈസ്, നിങ്ങൾ സെക്കൻഡ് പൈലായിട്ടുള്ള നമ്മുടെ ഗ്രീൻ അവെഞ്ചുറിൻ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ എനർജി എന്താണ്, യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ താല്പര്യപ്പെടുന്നത് നോക്കാം. പൈൽ 2. അപ്പൊ പൈൽ 2 തിരഞ്ഞെടുത്തവരുടെ എനർജി. ഹൈ പ്രീസ്റ്റസ്. നിങ്ങളുടെ എനർജി ഭയങ്കര അമിതമാണ്, ഭയങ്കര സെൻസിറ്റീവ് ആണ്. നിങ്ങളുടെ റീഡിംഗ് വളരെ ഇന്റൻസ് ആണ്. ഈ കണക്ഷനിൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, പറഞ്ഞിട്ടില്ലാത്ത ഇമോഷൻസ് ഉണ്ട്. പാസ്റ്റ് എനർജി നോക്കുമ്പോൾ നിങ്ങളിൽ ഒരാളാണ് ഇതിൽ കൂടുതലായി ഇൻവെസ്റ്റ് ചെയ്തത്. മറ്റാരേക്കാൾ ഫീലിങ്സ് ഉണ്ടെങ്കിലും അത് പൂർണ്ണമായി തുറന്നു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടെ മാനസിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്. വൗ, ടവർ എനർജി, ഡിസ്റ്റന്റ് എനർജി ഇവിടെ വളരെ ശക്തമാണ്. സെയിം സിറ്റി ആയിട്ടും സംസാരിക്കാത്തവർ, ഡെയിലി സംസാരിച്ചിട്ട് സഡൻലി സൈലന്റ് ആയവർ, റിലേഷൻഷിപ്പ് അതിൻ്റെ പീക്കിലിരുന്നിട്ട് സ്ട്രെയിഞ്ചറി പോലെ ആയവർ, ഇങ്ങനെ പല 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 സാഹചര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടുന്നത്. തേർഡ് പാർട്ടി എനർജി നോക്കുമ്പോൾ ഇവിടുത്തെ ആ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ തേർഡ് പാർട്ടി നിങ്ങളുടെ എനർജിയിൽ ഇൻസെക്യൂർ ആണ്. അതായത് നിങ്ങൾ അവരെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പർശനമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാക്ക് മതി ഈ തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഇവർ പോകാൻ എന്നൊരു എനർജി. മേ ബി അമ്മായിയമ്മയാണോ എന്നറിയില്ല, വീട്ടുകാരാണോ എന്നറിയില്ല, അല്ലെങ്കിൽ റൊമാൻറ്റിക് കണക്ഷൻ ആണോ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്നറിയില്ല. പക്ഷെ നിങ്ങൾ ഒന്ന് ഇറങ്ങി തിരിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ ഈ തേർഡ് പാർട്ടി എനർജി. അതെ, അവർക്ക് നിങ്ങളുടെ പ്രസൻസ് തന്നെ സത്യം പറഞ്ഞ ഒരു ശല്യമായി തോന്നുന്നുണ്ട് ഈ തേർഡ് പാർട്ടിക്ക്. കാരണം നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളുടെ സ്ഥാനം അത്രത്തോളം വലുതാണ് എന്ന് ആ തേർഡ് പാർട്ടിക്ക് അറിയാം. ഇത്രത്തോളം അവർ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പോലും
നിങ്ങളുടെ പേഴ്സന്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ എടുത്തു കളയാൻ അവർക്ക് പറ്റുന്നില്ല. അത് തന്നെയാണ് ഈ തേർഡ് പാർട്ടിയുടെ പേടി. നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് അത്ര വലുത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവര് ഗോസിപ്പ് ചെയ്യുന്നുണ്ട്. അവൾ അങ്ങനെ ചെയ്തു, അവൻ അങ്ങനെ ചെയ്തു, ഇവൾ ഇങ്ങനെ ചെയ്തു. ചിലർക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ചിരിച്ചു നിൽക്കുന്ന വ്യക്തി തന്നെയായിരിക്കാം നിങ്ങളുടെ തേർഡ് പാർട്ടി. അല്ലെങ്കിൽ നിങ്ങളെ ജീവന് തുല്യം ഏറ്റെടുത്തോളാം എന്ന് വിചാരിക്കുന്ന വ്യക്തി ആയിരിക്കണം നിങ്ങളുടെ തേർഡ് പാർട്ടി. കാരണം നിങ്ങളോടും അവരോടും ഒക്കെ കോണ്ടാക്ട് ഉള്ള ഒരാളാണ് എന്ന് കാണിക്കുന്നുണ്ട്. ചിലർക്ക് നിങ്ങളെയും അതിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ശ്രമം ഈ തേർഡ് പാർട്ടി ശ്രമിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഡിറ്റാച്ച് ആവാൻ അവർ നിങ്ങളെ പുഷ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ വ്യക്തമായി എനിക്ക് മനസ്സിലാകുന്നു. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്ന എനർജി എന്ന് പറയുന്നത്, നിങ്ങളുടെ വ്യക്തി ഇപ്പോ ക്യൂൻ ഓഫ് സോർഡ്സ് എനർജി, എക്സ്ഹോസ്റ്റഡ് ആണ്. പക്ഷേ എത്ര എക്സ്ഹോസ്റ്റഡ് എനർജിയിലും നിങ്ങളുമായിട്ടുള്ള തീവ്രത, ആ ഒരു ഡീപ്പ് കണക്ഷൻ അവരുടെ ഉള്ളിൽ കുറഞ്ഞിട്ടില്ല. 2 വശത്തേക്കും സത്യത്തിൽ അവരെ പിടിച്ച് വലിക്കുന്ന അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അവർ പുറത്ത് സ്ട്രോങ് ആയി കാണിച്ചാലും രാത്രിയിൽ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ അയച്ച പഴയ മെസ്സേജസ്, ഓൾഡ് ഫോട്ടോസ്, ഓൾഡ് മെമ്മറി, ഇതൊക്കെ വീണ്ടും വീണ്ടും അവരുടെ മനസ്സിൽ ഓർമ്മ വരുന്നൊരു എനർജിയാണ്. അവരുടെ ആ ഉള്ളിലെ ആ ഒരു ഹിഡൻ എനർജി ആയിട്ട് മനസ്സിലാവുന്നത് അവർ നിങ്ങളെ കംപ്ലീറ്റ്ലി വിട്ടിട്ടില്ല. അതാണ് സത്യം. പക്ഷെ മേ ബി ഈഗോ, ഫിയർ, ജഡ്ജ്മെന്റ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്, തേർഡ് പാർട്ടി ഉണ്ടാക്കിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇവയൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മെയിൻലി തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൈസ്, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അഡ്മിറ്റ് ചെയ്യാൻ അവർ തയ്യാറല്ല. അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി അത് അവരുടെ മനസ്സിൽ തന്നെ അഡ്മിറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ സ്റ്റാക്കിംഗ് എനർജി വളരെ 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 ശക്തമാണ്. നിങ്ങളുടെ ഓൺലൈൻ സ്റ്റാറ്റസുകൾ ഒക്കെ, പ്രൊഫൈൽ, ഫ്രണ്ട് ലിസ്റ്റ്, സ്റ്റോറി, ഇതൊക്കെ ഇവർ നോക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് പറയാം, അവർക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. ഇവിടെ സത്യം പറഞ്ഞ ഒരു പ്രതീക്ഷയുടെ കാർഡും എനിക്ക് കിട്ടിയിട്ടുണ്ട്, ജസ്റ്റിസ്. അത് സിറ്റുവേഷൻ ഭാവിയിൽ ഫ്യൂച്ചറിൽ ക്ലിയർ ആക്കിയേക്കാം എന്നൊരു എനർജി കാണുന്നുണ്ട്. തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ ഇന്റൻഷൻ എക്സ്പോസ് ആകുന്ന ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു കമ്മ്യൂണിക്കേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇമോഷണൽ കോൺവെർസേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ചിലർക്ക് റീയൂണിയൻ വരെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ആകണമെന്നില്ല. ചിലർക്ക് ക്ലോഷർ കാണുന്നുണ്ട്, ചിലർക്ക് ഫ്രണ്ട്ഷിപ്പ്, ചിലർക്കൊരു രണ്ടാമത്തെ ചാൻസ്. എനർജി നോക്കുമ്പോൾ 333, 777 അല്ലെങ്കിൽ 1111 ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ ഇത് നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി റെസൊണേറ്റ് ആകും. 3 വീക്സിലോ 7 വീക്സിലോ മേ ബി ആ നവംബർ എനർജിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു കണക്ഷനിൽ ക്ലാരിറ്റി വന്നേക്കാം. ഡ്രീംസിൽ അവരുടെ പ്രസൻസ് വരുന്നതും ഇതിന്റെ ഒരു സൈനാണ്. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു. ഡേറ്റ്സും കാര്യങ്ങളും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എനർജി നിങ്ങൾക്ക് റെസൊണേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും റെസൊണേറ്റഡ് എന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ പൈൽ ഏതാണെന്ന് കമന്റ് ചെയ്യുക. ഫർദർ മോർ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ക്ലാരിറ്റി റീഡിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തേർഡ് പാർട്ടിയിൽ ചേഞ്ചസ് വരുന്നുണ്ട് എന്നതാണ്. ഒരു റിലേഷൻഷിപ്പ് അവസാനിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കും, എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നത്. പക്ഷെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് നിങ്ങളുടെ വാല്യൂ അല്ല, നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് നിങ്ങളെ വിലമതിക്കാത്ത ഒരാളുടെ വെർഷനെയാണ്. നിങ്ങളുടെ വർത്ത് ഒരിക്കലും കുറയുന്നില്ല. സത്യം വൈകിയാലും പുറത്തു വരും. മാസ്ക് വൈകിയാലും തേർഡ് പാർട്ടിയുടെ താഴെ വീഴും. നിങ്ങൾ ഡിസേർവ് ആയത് നിങ്ങളുടെ അടുത്തേക്ക് തേടി വരും. അതുകൊണ്ട് പൈൽ 1 ആണോ പൈൽ 2 ആണോ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയതെന്ന് പറയുക. നിങ്ങൾക്ക് കൂടുതൽ റെസൊണേറ്റ് ചെയ്ത പൈൽ ഏതാണെന്ന് കമന്റ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പേഴ്സണലൈസ്ഡ് റീഡിംഗ് ലഭിക്കാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക. വീണ്ടും ഒരു ടൈംലെസ് റീഡിംഗ് ആയി കാണും ഗൈസ്. അതുവരെക്കും ലവ് ആൻഡ് ലൈറ്റ്.